ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീരുവിനെ കാണാൻ വേണ്ടി ദയയും അനിതയും ഹോസ്പിറ്റലിലെത്തി അവരോട് സംസാരിക്കുകയാണ്. അനുപമ കൂടി ഹോസ്പിറ്റലുണ്ടാവും. അങ്ങനെ ദയ ചീരുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. എന്നിട്ട് വിനയേട്ടൻ ഒരു പാവമാണെന്നുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്ത് ചീരു ദയ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ ഒന്നും പറയാനാവാതെ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചീരുവിനോട് ദയ പറയുകയാണ്, അന്ന് സ്റ്റേഷനിൽ വെച്ച് ശബരിയേട്ടന്റെ കൂടെ എന്തിനും ഏതിനും വിനയേട്ടൻ ഉണ്ടായത് കൊണ്ട് ഇപ്പോൾ അവർ തമ്മിൽ നല്ല അടുപ്പമാണ്, അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ചീരു പറയണ ആ ഒരു സഹായവും അന്നത്തെ ആ ഒരു സംസാരവും കാരണമാണല്ലോ ഞാൻ വിനയേട്ടൻ്റെ വീട്ടിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചത് എന്ന് പറയട്ടോ. എന്നിട്ട് ദയ ചോദിക്കാണ്, അല്ല വിനയേട്ടൻ എന്തോ ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അനുപമ പറയാം, ആ ടെൻഷനൊക്കെ മാറി ഡോക്ടർ വന്ന് ചീരുവിനും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ പ്രശ്നത്തിനൊരു പരിഹാരമായി എന്ന് പറയട്ടോ. അപ്പോൾ ദയയോട് പറയണേ, ഇനിയും വിനയേട്ടന് ടെൻഷൻ ഉണ്ടോ എന്നുള്ളത് ദയെ നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ഞാനൊന്നും വിളിക്കുന്നില്ല, അതൊക്കെ ശബരിയേട്ടൻ വിളിച്ച് ചോദിച്ചോളും എന്ന് പറയട്ടോ. അപ്പോൾ അനിത ചോദിക്കാണ്, അല്ല കുറച്ചു ദിവസം കൂടി ചീരുവിന് ഇവിടെ കെടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നാളെ തന്നെ ഡിസ്ചാർജ് ആവുമെന്ന് അനുപമ പറയാണ്. അപ്പോൾ ദയ ചോദിക്കാണ്, നാളെ തന്നെ വിനയേട്ടന്റെ വീട്ടിലേക്ക് ചീരു ചേച്ചി പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ചീരു ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരു പെട്ടെന്ന് പറയാണ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല, അല്ല കുഞ്ഞുങ്ങളൊക്കെ അവിടെയല്ലേ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ അമ്പിളി ചേച്ചി പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വിനയേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നാളത്തെ ഡിസ്ചാർജ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അനുപമയ്ക്കും ദയയ്ക്കും എന്തോ ഒരു സംശയം പോലെ തോന്നുകയാണ്. അപ്പോൾ ചീരുവും വിനയനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. ചീരു അക്കാര്യം പറയാതിരിക്കുകയാണ് എന്നൊക്കെ അവരുടെ മനസ്സിലപ്പോൾ തോന്നുകയാണ്. പഞ്ചരത്നത്തിലേക്ക് അമ്പിളിയും രഘുവും എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പണിക്കാർ വീടിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയ ശേഷം അവർ പോകുന്ന സമയത്ത് രഘു അവർക്ക് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ പണിക്കാർക്കുള്ള കുറച്ച് പൈസ കൊടുത്ത ശേഷം ബാക്കി തുക ഇന്ന് തന്നെ അനന്ത മാഷി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരും, മാഷിനെ നിങ്ങൾക്ക് വിശ്വാസമുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പണിക്കാർ പോയ ശേഷം രഘു അമ്പിളിയോട് ചെന്ന് കാര്യം പറയാട്ടോ. അവർക്ക് 3000 രൂപയാണ് കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് 1500 രൂപയാണ് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ അമ്മാവൻ പോരുന്ന സമയത്ത് 3000 രൂപയാണ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൽ 1500 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അമ്പിളിക്ക് അതൊന്നും തന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അമ്പിളി പറയാണ്, അതിന് ഇപ്പോൾ രഘുവേട്ടൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പോലും പറയാതെ അവർക്കുള്ള പൈസ മൊത്തം രഘുവേട്ടൻ തന്നെ കൊടുത്തേനെ എന്ന് പറയട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മുടെ കുടുംബമല്ലേ അമ്പിളി എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബമോ, ഇതൊക്കെ അനന്ത മാഷിൻ്റെ കുടുംബമാണ്, നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞത് ഞാനും നിങ്ങളും നമ്മുടെ മോളും അടങ്ങിയതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ ഇങ്ങനെ അച്ഛൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുകയാണെങ്കിൽ എന്തിനും ഏതിനും അച്ഛനോട് എല്ലാ പൈസയ്ക്കും കൈ നീട്ടുന്നത് ഇത് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്തേക്ക്, അച്ഛൻ്റെ കയ്യിൽ നിന്നും മാസം മാസം അതിനുള്ള ശമ്പളം വാങ്ങിയിട്ട് പിന്നീടുള്ള കാര്യങ്ങൾ ചെലവ് നടത്തുന്നതുമൊക്കെ നിങ്ങളാവുമ്പോൾ എനിക്ക് പിന്നെ ഒരു അഭിമാനമുണ്ടായേനെ. ഇതിപ്പോൾ അച്ഛനോട് എല്ലാ കാര്യത്തിനും പൈസ ചോദിക്കേണ്ട അവസ്ഥ വരുമ്പോൾ എനിക്ക് കുറച്ച് അഭിമാനക്കുറവുണ്ട് എന്ന് പറഞ്ഞ് അമ്പിളി കുറച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ രഘുവിനും അമ്പിളിയുടെ സംസാരമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ രഘു പറയണേ, നീ ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നത് കേട്ട് നീ അനുസരിച്ച് ജീവിച്ചാൽ മതി, അതാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ പുറകെ നടക്കുന്നതും അച്ഛന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നതും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ, നിങ്ങൾ പറയുന്നത് കേട്ട് അങ്ങനെ അനുസരിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല, അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം, ഞാൻ പറയുന്നത് മാത്രം കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അമ്പിളിയുടെ സംസാരം അതിരി കടന്നപ്പോൾ രഘുവിൻ്റെ ക്ഷമ നശിച്ച് അമ്പിളിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. എന്നിട്ട് നിന്നോട് ഇനി സംസാരിച്ചിട്ട് ശരിയാവില്ല എന്നും പറഞ്ഞ് രഘു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രഘു പോകുന്ന സമയത്ത് അമ്പിളി പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ എന്നെ തല്ലി തോൽപ്പിക്കാമെന്നൊന്നും കരുതണ്ട, ഇനിയും ഞാൻ സംസാരിക്കും, പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് അമ്പിളി ഉറക്കെ സംസാരിക്കാൻ കേട്ടോ രഘു കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് അവിടെ സരോജിനി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സരോജിനിക്ക് അതൊരു വിഷമമാവുകയാണ്, അമ്പിളിയും രഘുവൊക്കെ വഴക്കിടുന്നത് കാണുമ്പോൾ. അപ്പോൾ അമ്പിളി അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സരോജിനിയെ കാണുമ്പോൾ അമ്പിളിയും ഒന്നും മിണ്ടാതെ സരോജിനിയെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ സരോജിനി പോയി കഴിഞ്ഞ ശേഷം അമ്പിളി മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഇനി ഇങ്ങനെ രഘുവേട്ടനെ വിട്ടാൽ പറ്റില്ല, അച്ഛൻ്റെ സഹായത്തിന് വേണ്ടി ഓടി നടക്കുക എന്നല്ലാതെ കുടുംബത്തിന് വേണ്ടി എനിക്കും മോൾക്കും വേണ്ടി ജീവിക്കുന്നില്ല എന്നുള്ള ചിന്ത മനസ്സിൽ വരികയാണ്. പിന്നീട് സുശീല
ഇന്ദ്രനെയും കാത്തു നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ചെറുതായിട്ട് കള്ളു കുടിച്ചിട്ടാണ് വരുന്നത് എന്ന് സുശീലയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ സുശീല ഇന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല ഇന്ദ്ര, ഇന്നെന്താ നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, വക്കീലിനെ കാണാൻ വേണ്ടി പോയതാണ്, ഡിവോഴ്സ് നോട്ടീസിന് മറുപടി കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ അനുവിന്റെ പെറ്റീഷൻ അംഗീകരിക്കുന്നത് പോലെയാവും. അപ്പോൾ സുശീല പറയാണ്, അത് അല്ലെങ്കിലും ആദ്യം നീ ആയിരുന്നു ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കേണ്ടിയിരുന്നത്, പകരം അവൾ അത് അയച്ചു, അതിന് നീ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ പോരെ ഇന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ, അത് അങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അമ്മ എന്ന് പറയുമ്പോൾ, അപ്പോ നീ അവളുടെ പുറകെ ഇനിയും നാണമില്ലാതെ പോവാനാണോ ഉദ്ദേശിക്കുന്നത്? അതിന് അമ്മേ, ഞാൻ അനുപമയെ തള്ളാനും പോകുന്നില്ല, ഉൾക്കൊള്ളാനും പോകുന്നില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് വക്കീലിനോട് സംസാരിച്ചിട്ടുള്ളത്. അനുപമയുമായി നിയമപരമായി പിരിയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സുശീല പറയണേ, നിനക്കെന്താ അവളെ അങ്ങ് പിരിഞ്ഞാല്? നിനക്കെന്താ ഭ്രാന്താണോ? നീ അവളെ ഒഴിവാക്കിയാലല്ലേ നിനക്ക് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ, ഇനിയും വേറൊരു ബന്ധം മോഹോ, ഒന്നിനെ തന്നെ കല്യാണം കഴിച്ച് എനിക്ക് മതിയായി, ഇനി മറ്റൊരു ബന്ധത്തെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇനി ഞാനൊരു വിവാഹം കഴിക്കുകയുമില്ല, അനുപമയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയുമില്ല, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ സുശീല പറയണേ, നീ വിട്ടുകൊടുത്തില്ലെങ്കിലും അവൾക്ക് നിന്നെ വിട്ടു പോവാനുള്ള വഴിയൊക്കെ അവൾക്കും അറിയാം. അവളെയും മോനെയും നീ തല്ലാറുണ്ടെന്നും പീഡിപ്പിക്കാറുണ്ടെന്നും ഒക്കെ അവൾ കോടതിയിൽ മൊഴി കൊടുക്കും. പോരാത്തതിന് അമ്മായിയമ്മയായ എന്നെയും അവൾ എന്നെ കുറിച്ചും പറയും. അത് ശരിയാണ് അമ്മ പറഞ്ഞത്. അത് ഉറപ്പായും അനു അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൂടി പണി കിട്ടുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ടല്ലേ? എനിക്കൊരു പേടിയുമില്ല. എന്നെ കുറിച്ച് അവൾ കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് എനിക്കറിയാം. ഓ ഇന്ദ്രൻ പറയണേ, എനിക്കറിയില്ല അമ്മേ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് കോടതിക്ക് മുന്നിൽ നിഷേധിക്കാൻ എനിക്ക് കഴിയില്ല അമ്മേ. എനിക്ക് നല്ല കുറ്റബോധവും ഉണ്ടമ്മേ. അതുകൊണ്ട് കേസിൽ ചിലപ്പോൾ ഞാൻ തോറ്റുപോകും എന്ന് പറയട്ടോ. അപ്പോൾ സുശീല പറയണേ, എന്താടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ കുടിച്ചത് കൊണ്ടായിരിക്കും. നീ കൂടുതൽ സംസാരിക്കാതെ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്കും, അല്ലെങ്കിൽ നീ അനുപമയെ ന്യായീകരിക്കാൻ നോക്കും എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, ന്യായം കണ്ട അങ്ങനെ തന്നെ പറയണം അമ്മേ. ഉദാഹരണത്തിന് അമ്മയെ അനുപമ അടിച്ച കേസ് എന്ന് പറഞ്ഞപ്പോൾ സുശീല പെട്ടെന്നങ്ങ് പതറുകയാണ്. അന്നുണ്ടായ സംഭവത്തിൽ അമ്മയുടെ ഭാഗത്താണ് ന്യായം എന്ന് കരുതിയിട്ടാണ് ഞാൻ അമ്മയുടെ കൂടെ ഉറച്ചു നിന്നത്. എന്താടാ നിനക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ നഷ്ടപ്പെട്ടു. അനുപമ അമ്മയുടെ മുഖത്ത് അടിക്കുമ്പോൾ ഹർഷയെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അമ്മ മുഖം വെച്ച് കൊടുക്കുന്നതിന്റെ തെളിവ് വിനയന്റെ കയ്യിലുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ പെട്ടെന്നങ്ങ് സുശീല വീണ്ടും പതറിപ്പോവുകയാണ്. അപ്പോൾ സുശീല അടുത്ത നമ്പർ അടക്കുകയാണ്. ആ വീഡിയോ കണ്ടിട്ടാണോ നീ എന്നെ ഇപ്പോൾ സംശയിക്കാനും വിചാരണത്തിനും വന്നിട്ടുള്ളത്? എങ്കിൽ ഞാനും ആ വീഡിയോ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ, ഞാൻ അത് എൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അത് എൻ്റെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് എൻ്റെ ക്ഷമ നശിക്കും. പിന്നെ അമ്മയിൽ നിന്നും അറിയാതെ അകന്നു പോവും. പിന്നെ എനിക്ക് ആരുമില്ലാതാവും. സുശീല പറയണേ, വിനയനെ പോലെയുള്ള കാട്ടുകള്ളനെ വിശ്വസിച്ച് നീ എന്നെ സംശയിക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആരും ഇല്ലാതാവുക തന്നെയുള്ളൂ. വിനയന്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ചീരു അവനെ വിട്ടു പോയതിന്റെ ദേഷ്യത്തിന് സ്വന്തം അനിയത്തിയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവനാണ് അവൻ. അവനെ നീ ഒരിക്കലും വിശ്വസിക്കരുത്. ആ തെണ്ടിയുടെ കയ്യിൽ ഇങ്ങനെയൊരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അവൻ ഇത്രയും നാൾ മറച്ചു വെച്ചത്? അനുപമയും പിരിയുന്നതിന്റെ മുന്നേ അവൻ ഇത് കാണിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അവൻ ഇത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല അമ്മേ എന്ന് പറയുമ്പോൾ സുശീല പറയണേ, നിനക്ക് ഒന്നും അറിയില്ല. എന്നെയും നിന്നെയും പിരിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അവന് ഈ വീടിനോട് ഇപ്പോഴും വെറുപ്പും വിദ്വേഷവും ഉണ്ട്. അത് ഇപ്പോഴും ചീരുവിനെയും സത്യനെയും സംശയമുണ്ട്. അതിന്റെ പേരിൽ ചീരുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും അവൻ കളയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിനയൻ പറഞ്ഞ ആ വാക്കുകൾ ഇന്ദ്രന്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. സുശീല ചോദിക്കുകയാണ്, നീ എന്താ ഇന്ദ്ര ആലോചിക്കുന്നത്? അവൻ എന്നോട് വേറെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, ചീരുവിനെയും സത്യനെയും സംശയമുള്ളത് കൊണ്ടൊന്നുമല്ല. അവന് ചീരുവിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ നോക്കുന്നത് ഈ കുഞ്ഞും പെൺകുഞ്ഞാണെന്നുള്ളതാണ് അവൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൻ ആ ടെൻഷനിലാണ്. അവന് മൂന്നാമതും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു എന്നുള്ള ടെൻഷനിലാണ് അവൻ നടക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ സുശീലക്ക് അടുത്ത പിടിവള്ളി കിട്ടുകയാണ്. അങ്ങനെ ഇന്ദ്രൻ പറയണേ, ഇതുവരെയും വിനയൻ എന്നെ ആ വീഡിയോ കാണിക്കാതെ ഇപ്പോൾ കാണിച്ചതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് ഞാൻ അവനോട് തന്നെ നേരിട്ട് ചോദിച്ചോളാം എന്ന് പറയുമ്പോൾ സുശീല പറയണേ, വേണ്ട ഇന്ദ്ര, നീ ചോദിക്കേണ്ട. നിന്നോട് ഇവിടെ വന്നിട്ട് അവൻ കാണിച്ച വീഡിയോ എല്ലാം ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് ഞാൻ അവനെ കൊണ്ട് തന്നെ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ പറയിപ്പിച്ചോളാം. അത് എനിക്ക് വിട്ടേക്ക് എന്ന് പറയട്ടോ. നീ വായോ, നിനക്ക് ഞാൻ ഭക്ഷണം എടുത്തു തരാം എന്നും പറഞ്ഞ് സുശീല പോവുകയാണ്. അങ്ങനെ സുശീല പറഞ്ഞ ആ കള്ളങ്ങളെല്ലാം വിശ്വസിച്ച് ഇന്ദ്രൻ അമ്മ പറയുന്നതാണ് ശരി, വിനയൻ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് ആ വീഡിയോ എന്നും വിശ്വസിച്ച് നിൽക്കുകയാണ്. പിന്നീട്
പിന്നീട് വിനയൻ്റെ വീട്ടിൽ വിനയൻ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അമ്മയ്ക്കും അമ്മാവനും നല്ല സംശയം വരികയാണ്. അങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാണ് വിനയ നീ ഡോക്ടർ പറയാത്ത കാര്യങ്ങൾ അവിടെ പറഞ്ഞത്? ചീരുവിനും കുഞ്ഞിനും അപകടമാണെന്നും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ കളയണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നിന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ലല്ലോ വിനയ എന്ന് പറയുമ്പോൾ, നിങ്ങളെന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? ആ പ്രസവം കഴിഞ്ഞാൽ എൻ്റെ ചീരുവിന് അപകടമാണെന്നുള്ളത് എന്നോട് ഡോക്ടർ ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഡോക്ടർ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ ഡോക്ടർ എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ചീരുവിൻ്റെ വയറ്റിൽ മൂന്നാമതൊരു പെൺകുഞ്ഞ് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് സഹിച്ചില്ല. അപ്പോൾ പിന്നെ ചീരു എന്തിനാണ് ഇങ്ങനെ അപകടത്തിലേക്ക് പോകുന്നത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി പറഞ്ഞത്. എനിക്കിപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇനിയിപ്പോൾ മൂന്നാമതൊരു പെൺകുഞ്ഞിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. എനിക്കിനിയൊരു ആൺകുഞ്ഞിനെയാണ് വേണ്ടത്. ആൺകുഞ്ഞ് ജനിക്കുമെന്നും കരുതി ഞാൻ കാത്തിരിക്കുമ്പോൾ വീണ്ടും ഒരു പെൺകുഞ്ഞിനെ ജനിക്കേണ്ട ആവശ്യം എന്താണ്? ചീരുവിനെ ഒരു അപകടത്തിലേക്ക് തള്ളിവിട്ട് ഒരു പെൺകുഞ്ഞിനെ കൂടി ജന്മം നൽകുന്നത് എന്തിനാണ്? അതുദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മാവന് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അമ്മാവൻ പറയണ, അത് ശരി, അതാണ് അപ്പോൾ നിന്റെ പ്രശ്നം. അപ്പോൾ വിനയ, നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. നീ ഇതുവരെ കള്ളു കുടിക്കാതിരുന്നതും ഇപ്പോൾ നീ കള്ളു കുടിക്കുന്നതും ഇപ്പോൾ നിന്റെ സ്വഭാവം മാറിയതും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ചീരുവും മക്കളും ഇനിയും ഇവിടേക്ക് വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവർ ഇനി ഇവിടേക്ക് വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വിനയം പറയണം, പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ചീരുവിനും കുഞ്ഞിനും അപകടം പറ്റുമെന്ന് തന്നെയാണ് ഡോക്ടർ എന്നോട് ആദ്യം സ്കാനിങ് കഴിഞ്ഞപ്പോൾ മാറ്റി നിർത്തി സംസാരിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ എന്നോട് ഈ ഒരു വാക്ക് കൂടി പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയ്ക്കും അമ്മാവനും വിശദമാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വിനയൻ്റെ അമ്മാവൻ പറയണ, ലതികെ, ഒരു മാറ്റവുമില്ല. ഇവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ സ്വഭാവം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് പറയട്ടോ.